ഒറ്റ ചോദ്യം എന്താണ് എനിക്ക് CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്. ചോദ്യം പ്രതിനിധിയോട് ഇന്ത്യയിൽ 543 പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്. അതിൽ BJP-യോട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി, രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പലയിടത്തും നോക്കുന്നുണ്ട് കോൺഗ്രസിനെതിരെ. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഇന്ത്യയിൽ BJP-യോട് നേരിട്ട് CPM ഏറ്റുമുട്ടുന്ന ഏതെങ്കിലും ഒരു സീറ്റ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, കേരളം കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് പോയാൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റർ അടിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് തൊട്ടപ്പുറത്ത് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയന്റെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണൻകുട്ടിയുടെ ഫോട്ടോവും അതുപോലെ തന്നെ LDF നേതാവ് മാത്യു ടി തോമസിന്റെ ഫോട്ടോവും വെച്ചിട്ട് തൊട്ടപ്പുറത്ത് NDA കർണാടകത്തിൽ പോസ്റ്റർ അടിക്കുന്നു. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നിലപാടാണ് BJP-യോടുള്ളത്? പറഞ്ഞ സാധനം ഫേക്ക് പോസ്റ്റർ. രണ്ട്, ഇന്ത്യ രാജ്യത്തിനകത്ത് ഞങ്ങൾ ചെറിയ പാർട്ടിയാ, ഞങ്ങൾ ആ നിലയ്ക്ക് മത്സരിക്കുന്നുള്ളൂ. നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്ത് BJP-യെ നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. വേണുഗോപാൽ ആലപ്പുഴയിൽ നിങ്ങൾ അവിടെ BJP-യെ നേരിടുന്നു. 52 സീറ്റാണ്. ഇനി 2 സംസ്ഥാനത്തെ കോൺഗ്രസ് ഉള്ളൂ. ഇനി 2 സംസ്ഥാനത്തേ ഉള്ളൂ, കർണാടകയും തെലങ്കാനയും. ബാക്കിയുള്ളത് നിൽക്കാൻ വെച്ചിരിക്കുക. എന്നിട്ട് വീരവാദം പറയാ. അമേത്തിയും റായ്ബറേലിയും പോയി. അമേത്തി കഴിഞ്ഞ തവണ പോയി. റായ്ബറേലി ഇപ്പൊ ഒഴിവാക്കി. ധൈര്യമില്ല BJP ഇവിടേക്ക് വരുന്നു. ഇന്ത്യ മുന്നണി നിങ്ങളെല്ലാം ഉണ്ട്. തമിഴ്നാട് നിങ്ങളെല്ലാം ഉണ്ട്. ഈ അതിർത്തി കിടന്ന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ലേ? അപ്പൊ ഇവിടെ ഉച്ചത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ കോൺഗ്രസും BJP ഒന്നായി നിൽക്കുന്നു. ഈ കേരളത്തിൽ ഈ ചർച്ച ജനാധിപത്യ രീതിയിൽ നടക്കുന്നതാണ്. അവിടെ സഹിഷ്ണുത കാണിക്കാൻ ക്യാപ്സ്യൂൾ കുഞ്ഞുങ്ങൾ അടക്കം മുഴുവൻ ആളുകളും തയ്യാറാകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്നു, ഇന്ത്യയിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങൾ തച്ചു തകർക്കുന്ന, ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഭരണഘടനാ സംരക്ഷണത്തിലുള്ള വേദിയാണ്. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ ഭരണഘടന സംരക്ഷിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് പോകും. ഞാൻ ചോദിക്കുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വം പറയുന്നു ഭരണഘടനയെ സംരക്ഷിക്കാൻ, ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ. ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിച്ചു നിങ്ങളുടെ അരികെ വരുന്നു. തൊട്ടപ്പുറത്ത് ആരാ മത്സരിക്കുന്നതെന്നേ? ഈനാമ്പേച്ചിയിൽ മരപ്പട്ടിക്ക്, എലിപ്പട്ടിക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാൻ CPM-ന്റെ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നവരുണ്ട്. ആ കാര്യത്തിൽ കേവലം ചിഹ്നം നിലനിർത്താൻ വേണ്ടി മാത്രമേ CPM-നെ കേരളത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ BJP-ക്കെതിരെ നിരന്തരം പോരാടുന്ന ഇവര് 2 കാര്യം. ഒരു മിനിറ്റ് ഇവര് നേരത്തെ ഒരു ആക്ഷേപം പറഞ്ഞു. നിരന്തരം MK രാഘവനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളെ CPM കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 2009-ന്റെയും 19-ന്റെയും 24-ന്റെയും ഇടയിൽ 5 വർഷക്കാലം കൊണ്ട് ഒരു MP-യുടെ ഉത്തരവാദിത്വ നിയമനിർമ്മാണമാണല്ലോ. 5 വർഷക്കാലം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ 11 സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച MP-യുടെ പേര് MK രാഘവൻ. രണ്ടാമത്തെ കാര്യം, ഒരു മിനിറ്റ് സുഹൃത്തെ, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ CPM-കാരാ, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ. 2, രാജ്യസഭയിലെ സംവാദം 54 സംവാദങ്ങളിൽ പങ്കെടുത്തു ശ്രീ MK രാഘവൻ. ശരാശരി ലോക്സഭയിൽ 54 പറയട്ടെ, ലോകസഭയിൽ 54 സംവാദങ്ങളിൽ പങ്കെടുത്തു MK രാഘവൻ. ലോക്സഭാ സംവാദങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് 46.7. MK രാഘവൻ പങ്കെടുത്തത് 54 തവണ. ഇനി രാജ്യസഭയുടെ ശരാശരി എന്ന് പറയുന്നത്, സംവാദത്തിന്റെ ശരാശരി 113.5. എവിടെ നിങ്ങളുടെ രാജ്യസഭ MP എത്ര പങ്കെടുത്തു? എവിടെ? 555. രണ്ടാമത്തെ കാര്യം,
രണ്ടാമത്തെ കാര്യം ഒന്ന് പറയട്ടെ, രാജ്യസഭയിലെ ശരി, ശരി, ശരി. രാജ്യസഭയിലെ ആകെയുള്ള സർവകക്ഷി നേതാവാണ് ഈ പറയുന്ന ആളെ നിങ്ങൾക്ക് ബോധ്യം വേണം. ലോക്സഭയെ സംബന്ധിച്ച് സഭാ നേതാക്കളാണ് കൂട്ടിയേണ്ടത്. ചൗധരിയും ശ്രീ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചതിന് ശേഷമാണ് നമ്മളുടെ MP ക്ക് അടക്കം ഇത്രയും സംസാരിക്കാൻ സമയം കിട്ടിയത്. ചോദ്യം വേണ്ടേ?